നമസ്കാരം പ്രിയമുള്ളവരെ, ഏവർക്കും നമ്മുടെ ശ്രീരാഘവ ആസ്ട്രോളജി ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷശാസ്ത്രവും അതേപോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊന്നാണ് വാസ്തുശാസ്ത്രം. ഇത് രണ്ടും ഒരേപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുന്ന സത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള ഭാഗ്യവും ആ വീട്ടിലേക്ക് തന്നെ കടന്നു വരുന്ന ദൗർഭാഗ്യവും രണ്ടും കടന്നു വരുന്നത് ഇവിടെ ഏത് വഴിയിലൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടും കടന്നു വരുന്ന നമ്മുടെ പ്രധാന വാതിലിലൂടെയാണ്. നല്ല ആളുകളും കടന്നു വരുന്നതും ചീത്തവിട്ട ആളുകളാണെങ്കിലും രണ്ടുപേരും ഒരേ വാതിലിലൂടെ കടന്നു വരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഭാഗ്യവും ദൗർഭാഗ്യവും കടന്നു വരുന്നത്. അതായത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം തന്നെ ഉണ്ട് എന്നത് മനസ്സിലാക്കും സുഹൃത്തുക്കളെ. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചാലും വീടിൻ്റെ പ്രധാന വാതിൽ വഴി നമ്മൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങ് മനപ്രയാസങ്ങളാണ്. അതായത് വീട്ടിൽ ഇരിപ്പുറയ്ക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പണം നല്ല രീതിയിൽ ശമ്പളവും വാങ്ങിച്ച് വീടിനകത്തേക്ക് കയറി വന്ന് കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടി ഈ ഓരോ കാര്യങ്ങൾക്ക് കൊടുത്തു തീർക്കേണ്ട കണക്കുകൾ കഴിയുമ്പോൾ ബാക്കി മിച്ചം ഒന്നും കയ്യിൽ വരുന്നില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഇതിൽ ഏത് കൂട്ടത്തിൽ പെടും നിങ്ങൾ? എങ്ങനെ നോക്കിയാലും ദുഃഖങ്ങൾ പറയാനുള്ളവരായിരിക്കും ഏറ്റവും കൂടുതലായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? എന്തൊക്കെയാണ് കാരണങ്ങൾ? പണം നിൽക്കുന്നില്ല, സമാധാനമില്ല, ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വിലപിക്കുന്ന ആളുകൾ, ദാരിദ്ര്യവും കടബാധ്യതകളും മാത്രമാണ് കൂട്ട് എന്ന് പറയുന്നവരാണ് കൂടുതലും. അതുകൊണ്ട് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടാനും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നതായ നെഗറ്റീവ് ശക്തികളെയൊക്കെ ഗൃഹത്തിന് പുറത്ത് ആ മെയിൻ വാതിലിലൂടെ തന്നെ പുറത്തേക്ക് വലിച്ചെറിയാനും നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാന 5 കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഓരോന്നായി നിങ്ങൾക്കൊന്ന് വിശദമായി പറഞ്ഞു തരാം. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് പ്രവർത്തിച്ച് നോക്കുക. നമ്മൾ ഏത് കാര്യം കേൾക്കുമ്പോഴും അത് നല്ലതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് നമ്മുടെ മനസ്സാക്ഷി ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിച്ച് നോക്കുന്നത് തെറ്റൊന്നുമില്ല. ഇത് ദോഷകാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് സമാധാനക്കേട് തരുന്നതായ ആ നെഗറ്റീവ് ഊർജ്ജത്തെ എങ്ങനെയെങ്കിലും നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ട് കളയണം. അതിന് വലിയ ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ചെറിയതായ ചില ലളിതമായ കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ ആദ്യത്തെ ഒരു കാര്യം മാവില തോരണമാണ്. മാവ് എല്ലാ വീടുകളിലും ഉണ്ടല്ലോ ഇപ്പോൾ. ബഡ് ചെയ്ത് ചെറിയ ചെറിയ മാവുകളാണ് എല്ലാ വീട്ടിലും. അതുകൊണ്ട് മാവില ഇല്ല എന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. അതായത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ മാവിലകൾക്ക് ദൈവിക സ്പന്ദനത്തെ ആകർഷിക്കാൻ കഴിവുണ്ട് എന്നതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ, അതായത് നിങ്ങൾ ആദ്യമായി കയറി വരുന്ന വാതിലുണ്ടല്ലോ, മെയിൻ ഡോറ്, അവിടെ മാവില കൊണ്ടൊരു തോരണം തൂക്കിയിടണം. മാവില ഇങ്ങനെ കെട്ടിയിട്ട് അത് നിങ്ങൾ പ്രധാന വാതിലിൽ തോരണം പോലെ കെട്ടി തൂക്കിയിടണം. നമ്മുടെ ഈ ഒരു കേരളത്തിൽ കൂടുതലായിട്ട് അത് കാണുന്നില്ലെങ്കിൽ ചെയ്യുന്നവരുണ്ട്. അവർക്ക് അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട് കേട്ടോ. അവർ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. പക്ഷേ തമിഴ്നാട് സൈഡിലോട്ടൊക്കെ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ എല്ലാ വീടുകളിലും ഇത് കാണാൻ പറ്റും. മാവില അത്രത്തോളം പുണ്യമാണെന്നത് അവർക്കറിയാം, നമുക്കറിയുന്നില്ല എങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടാൽ എന്ത് ഗുണമാണെന്ന് ചോദിച്ചാൽ, അലക്ഷ്മി ഗൃഹത്തിലേക്ക് പ്രവേശിക്കില്ല. അത് അലക്ഷ്മി എന്ന് പറഞ്ഞാൽ അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദാരിദ്ര്യം ഇതൊന്നും നമ്മുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഈ മാവില തോരണം കൊണ്ട് സഹായിക്കും. ഇനി രണ്ടാമത് ദുഷ്ടശക്തികളുടെ വരുത്തുപോക്ക്. രാത്രികാലങ്ങളാകട്ടെ പകലാകട്ടെ, ദുഷ്ടശക്തി എന്ന് പറയുമ്പോൾ മനുഷ്യരെയും വേണമെങ്കിൽ പറയാം. കാരണം ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് കണ്ടുകൂടാത്ത ഒരു കാലത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഇവിടെ ഈ ദുഷ്ടശക്തികളെ അകറ്റുന്നതിനായി നിങ്ങൾക്ക് മാവില കെട്ടിത്തൂക്കിയിടുന്നത് കൊണ്ട് സാധ്യമാകും. കൂടാതെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി ഇങ്ങനെ മാവില കെട്ടിയിടുമ്പോൾ കാറ്റ് അതിലേക്ക് വന്ന് അടിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മണമാകട്ടെ നമ്മുടെ മൂക്കിലേക്ക് വന്ന് കയറുകയും ആ ഗൃഹത്തിന് ആകെ ഒരു ശാന്തതയും സമാധാനവും പ്രദാനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് ഇത് കെട്ടിയിടേണ്ട ദിവസം കൂടിയുണ്ട്. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ വേണം ഇത് കെട്ടിയിടാനായിട്ട്. അതേപോലെ പിന്നീടും അടുത്ത ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത് മാറ്റിയിട്ട് പുതിയത് വീണ്ടും നിങ്ങൾ കെട്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരാഴ്ച നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എന്തെങ്കിലുമൊക്കെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഇത് തുടർന്നാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം മഞ്ഞളാണ്. അതായത് ജ്യോതിഷത്തിൽ മണ്ണടി പൊന്നമ്മ എന്ന് പറയുന്ന ഈ മഞ്ഞൾ സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്നതിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, മഞ്ഞൾ എല്ലാ വീടുകളിലും കാണുമെന്ന് വെച്ചാൽ പൊടി കാണും, പക്ഷേ അല്ലാതെ മഞ്ഞൾ പച്ചമഞ്ഞൾ അങ്ങനെ കാണാൻ വഴിയില്ല. എങ്കിലും എവിടുന്നെങ്കിലും നിങ്ങളൊന്ന് സംഘടിപ്പിക്കുക. ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ എടുത്തിട്ട്
ഒരു നൂലിൽ കോർത്തിട്ട് നൂലിൽ കെട്ടി, അറിയാമല്ലോ, നൂലിൽ കെട്ടിയിട്ട് നിങ്ങളുടെ വാതിലിൽ തൂക്കിയിടുക. അപ്പോൾ ആദ്യം പറഞ്ഞത് മാവിലയുടെ കാര്യമാണ്. അത് പറ്റുമെങ്കിൽ അതും ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഇതും ചെയ്യാം. പക്ഷേ രണ്ടും വേണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതിയാകും. ഒരു കഷ്ണം മഞ്ഞളെടുത്ത് ഒരു നൂലിൽ കെട്ടിയിട്ട് ആ വാതിലിൽ കെട്ടി തൂക്കിയിടുക. ഇത് പ്രധാനമായിട്ടും ദൃഷ്ടിദോഷം ഇല്ലാതാക്കും. വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ദൃഷ്ടി പെട്ടെന്ന് വന്നു ചേരും. അതുകൊണ്ട് തന്നെ അതിനെ തടഞ്ഞ്, വെളിയിൽ നിന്ന് തന്നെ തടഞ്ഞ് ദൂരേക്ക് എറിഞ്ഞു കളയുന്നതിനും ഈ ഒരു വഴിയിലൂടെ നമുക്ക് സാധ്യമാകും. കരിങ്കണ്ണെന്ന് പറയുന്ന സംഭവമുണ്ട്. അതൊന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും ഇത് അനുഭവമുള്ളതാണ്. നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആകെ വാടി തളർന്ന് കട്ടിൽ കിടപ്പായ ആളുകൾ വരെ ഉണ്ട്. കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം. പിന്നെ കുടുംബത്തിന് ശാന്തി ഉണ്ടാകുന്നതിന് ദൈവത്തിൻ്റെ ഒരു കവചമാണ് കൂട്ടരെ, ഇത് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ഒരു ദൃഷ്ടി അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ കരിങ്കണ്ണ് കരിഞ്ചാത്തെന്ന് പറഞ്ഞാലും ഒന്നും നമ്മളെ വന്ന് ഏൽക്കാതിരിക്കുക. അപ്പോൾ അതിന് നമ്മളാൽ കഴിയുന്ന ചില നുറുങ്ങു വിദ്യകളാണ് ഈ പറഞ്ഞു തന്നത്. അപ്പോൾ മഞ്ഞൾ ഇങ്ങനെ ധരിക്കുന്നതായ വീട്, അതായത് നമ്മുടെ കഴുത്തിൽ ചരട് തകിടും കൂടുമൊക്കെ കിട്ടുന്നത് പോലെ നമ്മുടെ ഗൃഹത്തിന് നമ്മളിങ്ങനെ ഒരു കാര്യം ധരിപ്പിക്കുകയാണ്. അങ്ങനെ ധരിച്ചു നിൽക്കുന്ന ഏത് വീടാണോ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മിയുടെ ചൈതന്യം സ്വാഭാവികമായിട്ട് വന്നു ചേരും എന്നതാണ് വിശ്വാസം. ഇനി മൂന്നാമത് എന്താണ് ചെയ്യാനെന്ന് ചോദിച്ചാൽ ദൈവിക ചിഹ്നങ്ങളാണ്. അതായത് പ്രധാന വാതിലിൽ ചില ദൈവികമായ ചിഹ്നങ്ങൾ നമ്മളൊന്ന് വെക്കുകയാണ്. അതായത് ഓം വെക്കാവുന്നതാണ്, പിന്നെ സ്വസ്തിക് ചിഹ്നം വെക്കാവുന്നതാണ്, അതേപോലെ ശ്രീചക്രം, ഇതൊക്കെ മിക്ക വീടുകളിലും ഇപ്പോൾ വെക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ നല്ല അവബോധമാണ്. ഭക്തി ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഭക്തനല്ല, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ പോലും ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതൊന്നും വെറും ചിഹ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ വെറും ഏതെങ്കിലും ഒരു പേപ്പറിൽ അച്ചുകുത്തി വെച്ചിരിക്കുന്നു എന്നതല്ല. ഇതിനെല്ലാം ഒരു മഹത്വമായ ശക്തിയുണ്ട്. നമ്മളതിനെ നെഗറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ നെഗറ്റീവ് പ്രസരിപ്പുണ്ടാകും. പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചു നോക്കൂ. പോസിറ്റീവ് മാറ്റങ്ങൾ, ഒരു വലിയ തേജസ് നമ്മുടെ ജീവിതത്തിലേക്കും ഗൃഹത്തിലേക്കും വന്നു ചേരും. ശക്തമായ ഊർജത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ഇങ്ങനെയുള്ള ഓം, അതേപോലെ സ്വസ്തിക്ക്, ഈ ചിഹ്നങ്ങൾ. ദൈവികമായി നോക്കുമ്പോൾ എല്ലാം വളരെ പവർഫുള്ളാണ്. അപ്പോൾ ആ ഒരു പവർഫുള്ളായ കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഗൃഹത്തിനെ പലവിധ നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിന് ഇതുവഴി സാധ്യമാകുന്നതാണ്. അപ്പോൾ ഈ സ്വസ്തിക് ചിഹ്നത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇത് വാതിലിൻ്റെ വലതുവശത്ത് വേണം സ്ഥാപിക്കാനായിട്ട്. അത് തൂക്കിയിടുന്നതാണെങ്കിലും അതല്ല നമ്മൾ ഒട്ടിച്ചു വെക്കുന്നത് സ്റ്റിക്കർ പോലുള്ളതാണെങ്കിലും വീടിൻ്റെ വാതിലിൻ്റെ വലതുവശത്തായിട്ട് വെക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഗുണകരമായിട്ട് മാറുന്നത്. ഇനി അടുത്തത് കതിർക്കുലയാണ്. അതായത് നമ്മുടെ കേരളീയ ആചാരപ്രകാരം കതിർക്കുല എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതൊരു സമൃദ്ധിയുടെ, അത് ആഹാര സുരക്ഷ നൽകുന്നുണ്ട്. അതോടൊപ്പം സമൃദ്ധിയുടെ സൂചനയാണ്. നല്ല രീതിയിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കണ്ടാൽ കണ്ണെടുക്കാനായി നമുക്ക് ആർക്കും തോന്നാറില്ല. അത് സമൃദ്ധിയുടെ ലക്ഷണമാണ്. നമ്മുടെ വീടിന് മുന്നിൽ നെൽപ്പാടം ഉണ്ടെങ്കിൽ അത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്ന ഗൃഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സുഹൃതം ചെയ്ത ഗൃഹങ്ങളാണ്. പോസിറ്റീവ്, ഒരുപാട് കോടീശ്വരരാകുന്നു എന്നതല്ല പറയുന്നത്, ഒരു പോസിറ്റീവ് എനർജി ആ ഗൃഹത്തിലുള്ളവർക്ക് തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്കത് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ പ്രധാന വാതിലിൽ ഇങ്ങനെ കതിർക്കുല തൂക്കിയിടാൻ സാധിച്ചാൽ അത് നല്ലതായിരിക്കും. കിട്ടാനൊക്കെ പ്രയാസമാണെങ്കിൽ ഷോപ്പുകളിൽ കിട്ടും കതിർക്കുല, നല്ല രീതിയിലുള്ള പച്ചപ്പല്ല, അല്ലാതെ ഉണങ്ങിയതായിട്ടുള്ള കതിർക്കുലകൾ കിട്ടും. അത് പട്ടിണി വരില്ല എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട്. നിങ്ങളിങ്ങനെ വീട്ടിൽ തൂക്കിയിടാൻ പറ്റുകയാണെങ്കിൽ ധനസമ്പത്ത് വർദ്ധിക്കുന്നതിനും, കൂടാതെ കുടുംബത്തിൽ ഒരു സുരക്ഷ ഉണ്ടാകുന്നു. ധനവുമായി ബന്ധപ്പെട്ട സുരക്ഷ, കൂടാതെ ആഹാരവുമായി ബന്ധപ്പെട്ട് എപ്പോഴും പഞ്ഞമില്ലാതെ നല്ല രീതിയിൽ ഭക്ഷണ സമൃദ്ധി ഉണ്ടാകും എന്നൊരു സൂചന കൂടിയാണ് നൽകുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൽ ഇതിനെ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹ അടയാള സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന്, അതായത് പ്രധാന വാതിലിൻ്റെ വശങ്ങളിൽ കെട്ടിത്തൂക്കിയിടാവുന്നതാണ്. അതേപോലെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഉണ്ട്. ചിലർ ഭംഗിക്ക് വേണ്ടിയൊക്കെയാണ് ഇടുന്നത്. അതിൻ്റെ പിന്നിലുള്ള മഹത്വം അറിയുന്നില്ല. ഈ കാറ്റാടി മണികൾ, അതായത് ഇത് കാറ്റടിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള മർമ്മരങ്ങൾ ശബ്ദം കേൾക്കുന്നവയുണ്ട്. അപ്പോൾ ഈ ഒരു ശബ്ദമൊക്കെ നമ്മുടെ ഗൃഹത്തിലെ നെഗറ്റീവ് ഊർജ്ജങ്ങളെ പുറന്തള്ളും എന്നതാണ്. ഒരു തരംഗം ഉണ്ടാകുന്നുണ്ട്. നെഗറ്റീവ് തരംഗങ്ങളെ മാറ്റി ഒരു പോസിറ്റീവ് തരംഗം, ഒരു വൈബൊക്കെ വന്നു ചേരുന്നതിന് ഈ കാറ്റാടി മണികൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ വീട്ടിലെ ആളുകൾക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ശാന്തി സമാധാനമൊക്കെ ഗൃഹത്തിലേക്ക് വന്നു ചേരുന്നതിനും, കൂടാതെ ദുഷ്ടശക്തികളെ അടർത്തി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മാറ്റുന്നതിനും സഹായിക്കുന്നതാണ്.
ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മറ്റൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാന വാതിലിൻ്റെ വശങ്ങളൊക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അവിടേക്കായിരിക്കുമല്ലോ നമ്മൾ ആദ്യം കൊണ്ടുപോയി ചെരുപ്പുകൾ അലക്ഷ്യമായി ഇടുന്നത്. ആ ഒരു രീതി ആദ്യം തന്നെ വീടിന് മുന്നിൽ നിന്നും മാറ്റുക. കൂടാതെ സന്ധ്യാസമയത്ത് മിക്ക വീടുകളിൽ ഇപ്പോൾ കാണുന്നത് കറണ്ട് ചാർജ് കൂടുതലാണെന്ന് പറഞ്ഞ് എല്ലാവരും വിളക്കുകൾ, അതായത് ലൈറ്റുകൾ ഇടാൻ മടി കാണിക്കുന്ന, അകത്ത് എപ്പോഴും കൈകാര്യം ചെയ്യുന്ന മുറികളിൽ മാത്രം ലൈറ്റ് ഇടുകയും പുറത്തിടാൻ മടി കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അത് തന്നെയാണ്, നിങ്ങളുടെ വീട്ടിനെ ഇരുട്ടിൽ ആക്കുക എന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജ്ജത്തെ കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും ആ ഒരു സന്ധ്യാസമയങ്ങളിൽ ഗൃഹത്തിൽ വിളക്ക് കത്തിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ ലൈറ്റുകളും ഓണാക്കി ഇടാനായിട്ട് അങ്ങ് ശ്രമിക്കുക. കൂടാതെ വാതിലുകൾ, ചില വീടുകളിലുണ്ട് വാതിലുകൾ തുറക്കുമ്പോൾ ഒരു സൗണ്ടോടുകൂടിയായിരിക്കും വാതിലുകൾ തുറക്കപ്പെടുന്നത്. അത് 10 പേർക്ക് അറിയാൻ പറ്റും ഇന്നത് വീട്ടിൽ വാതിൽ തുറന്നു എന്ന്. അങ്ങനൊരു വരുന്നതും വാസ്തു സംബന്ധമായ ദോഷങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതിപ്പോൾ എണ്ണയോ ഗ്രീസോ ഒക്കെ ഇട്ട് അങ്ങനെ ശബ്ദം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ലളിതമായ മാർഗ്ഗങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടെ ഒന്ന് ചെയ്തു നോക്കിയാൽ, അതായത് വിശ്വാസവും ശുദ്ധ മനസ്സോടുകൂടി ഒരു പരീക്ഷണം പോലെ ചെയ്യുകയല്ല. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ചെയ്തു നോക്കാം, ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് 2 കമൻറ്റിലൂടെ 2 വഴക്കം തരാം എന്ന ധാരണയിലല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്കിതൊരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. വലിയ കോടികളുടെ ചിലവൊന്നുമില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഗൃഹത്തിലും ഭാഗ്യം ധാരാളമായി വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.